ഇതിന് സാൾട്ട് അല്പം കൂടുതലാണല്ലോ. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. എടാ, നീയെല്ലാം കൂടി എന്റെ സാറിന് കിഡ്നി ട്രബിളും ഡയബറ്റീസും ഒക്കെ വരുത്തി വെച്ച് ഷെഡിക്കേറ്റ് ഇരുത്താനുള്ള പരിപാടിയാണോടാ? പോ. സാർ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. സർ, എന്താണോ ഇതൊക്കെ? ഇടിയപ്പം, പട്ടാണിക്കറി, ഇഡ്ഡലി, ചമ്മന്തി, അപ്പം, എഗ് കറി, ഗ്രീൻ പീസ് മസാല, ബ്രെഡ് ബട്ടർ ജാം, ബുൾസൈ, ഗീ, ഗ്രേപ്സ്, ഫ്രൂട്ട്സ്, കാഫ, പഴം. ഈ ഐറ്റംസ് ഒന്നും പോരെങ്കിൽ ഇനി പുട്ട്കടല ഐറ്റംസ് ഉണ്ട്. മതിയോ? ഒരു മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണമാണോ ഇത്? തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്രയും ഐറ്റംസ് ഒന്നും വേണ്ടെന്ന്? സാർ, ഇത്രയും ജോലിക്കാരും ഇവിടെ ഉള്ളപ്പോ അവരെ കൊണ്ട് എന്തെങ്കിലും പണി കഴിക്കണ്ടെന്ന് കരുതാവൂ അല്ലേ? അത് മാത്രമല്ല സാർ, ഇത്രയും വലിയ ബംഗ്ലാവിൽ ഇത്രയും ഐറ്റംസ് ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിന് മോശമാകുമല്ലോ എന്ന് കരുതിയ. തന്റെ ഒരു സ്റ്റാറ്റസും ഐറ്റംസും മദ്രാസിലെ ഏതോ ഹോട്ടലിൽ സപ്ലർ ആയിട്ട് വന്ന് തന്നെയൊക്കെ പിടിച്ച് വീട്ടിൽ നിർത്തി എന്നെ വേണം തൊഴിക്കാൻ. യെസ് സർ. നോക്കി നിൽക്കാൻ വല്ലയിടത്ത് വളമ്പളോ? ഏത് ഐറ്റം സർ? Any side dish? ഇവിടെ നാപ്കിൻ ഒന്നുമില്ലോ തുറക്കാൻ? നാപ്കിൻ ഉണ്ട് സാർ. ജെയിംസ്, ലഞ്ചിന് വേണ്ട ഐറ്റംസ്. മനുഷ്യർക്ക് വായിൽ വെച്ച് തിന്നാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. ഇനി പ്രാൺ ഐറ്റംസ്. ഈ ഐറ്റംസ് പറഞ്ഞു വന്നാലുണ്ടല്ലോ തന്നെ ഇടിച്ചു പിടിച്ച് തന്റെ പ്രാണൻ ഞാൻ എടുക്കും. എന്താണോ എസ്തപ്പാനെ, പുതിയ ഐറ്റംസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? കോസിന് ഐറ്റംസ് ഒക്കെ തന്ന് പന്നിക്കുട്ടിയൊപ്പം ഇരിക്കുന്നില്ലേ? രാവിലെ നമുക്ക് ടൂത് വന്നോ? 10 വർഷമായി ഇവിടെ വന്നിട്ട്. कैसे हो? क्या है समाचार? अरे ऐसे क्यों देख रहे हो? चलो लगेज सब उठाओ. മലയാളം പോലെ ശരിക്ക് പറയാൻ അറിയാൻ പാടില്ലാത്തതിനോടാണ് നീ ഹിന്ദി സംസാരിക്കുന്നത്. കാറിന്റെ ഡിക്കിയിലുള്ള ലഗേജ് എല്ലാം എടുത്ത് മുറിയിൽ വെക്കാനാണ് അവള് പറഞ്ഞത്. മനസ്സിലായോ? அப்படியா? சரி, நான் எடுத்து வைக்கிறேன். ഈ ഐറ്റം താൻ കൊണ്ടുവന്നാ മതി. താനെന്താ ഇങ്ങനെ വടി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ആരും ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്യുന്നില്ല. കുടിക്കാൻ എന്താ ഉള്ളേ? എന്നെ കുഞ്ഞ് എസ്തു എന്ന് വിളിക്കുമ്പോ ക്രിസ്തു എന്ന് വിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെ എസ്തപ്പാൻ എന്ന് വിളിച്ചാ മതി. ഞാൻ എസ്തുനെ വിളിക്കും. എനിക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടം. ഷോർട്ട് നെയിം. കുഞ്ഞിന്റെ ഇഷ്ടം. കുഞ്ഞിന് കുടിക്കാൻ എന്ത് ഐറ്റംസാ വേണ്ടത്? സ്കോച്ച്, വിസ്കി, ബ്രാൻഡി, ബിയർ, ജിൻ, വൈൻ, വോഡ്ക? എടോ, ഞാൻ ചേട്ടനല്ല, ചേട്ടന്റെ അനിയത്തിയാണ്. അറിയാം. വലിയ വലിയ വീട്ടിലെ പെൺകുട്ടികൾ ഈ ഐറ്റംസ് ഒക്കെ കഴിച്ചില്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിൽ കുറവാണ്. ഐ മീൻ, താൻ വാച അടിക്കാതെ വല്ല കൂൾ ഡ്രിങ്ക്സ് ഉണ്ടെങ്കിൽ പറ. ഓറഞ്ച്, ലെമൺ, ഗ്രേപ്പ്, ബദാം, പൈനാപ്പിൾ, ആപ്പിൾ. കുഞ്ഞിന് ഏത് ഐറ്റംസാ വേണ്ടത്? താൻ പോയി ഒരു ആപ്പിൾ ജ്യൂസ് കൊണ്ടുവാ. By the way, mixie not working, no current today. Items late. 7 minutes, please. എന്താണ് എത്തപ്പം പറയുന്നത്? ഒന്നും പറയണ്ട. എന്തോറ്റി? ഞാൻ കുടിക്കാൻ വല്ലതും ഉണ്ടോ ചോദിച്ചപ്പോ സ്കോച്ചിന്റെ കാര്യമാണ് പറയുന്നത്. ചേട്ടൻ ഇപ്പൊ മുടങ്ങാതെ കുടിക്കുന്നുണ്ടാവും. അതിന്റെ ഓർമ്മയാണ് അയാൾക്ക്. ഞാൻ വല്ലപ്പോഴും കമ്പനി സേക്കിന് വേണ്ടി ഒരു സ്മാള്, അത്രേ ഉള്ളൂ. സ്മോളിൽ തുടങ്ങി ഒരു ബോട്ടിൽ കുടിക്കുമല്ലേ? ലാലുവേട്ടനും ഉണ്ടാവും കമ്പനിക്ക്.
പിന്നത്തെ കാര്യമൊന്നും പറയാനില്ലല്ലോ. ആ ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആരും ഇല്ലാഞ്ഞിട്ടാ. ഇനി ഞാൻ കാണിച്ചു തരാം. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ദേ കുടിക്കുന്ന കാര്യം ചോദിക്കുമ്പോ മറിക്കാൻ നോക്കണ്ട. ഇനി ഞാനിവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാവേ. അങ്ങനെ വഴിക്ക് വാ. ആ ഞാൻ ഫാക്ടറിയിലേക്ക് പോവാ, നീ വരുന്നോ? ഇൻസ്പെക്ടർ ഞാൻ വരുന്നുണ്ട്. കറപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടാ ചേട്ടാ, ഞാൻ പ്രിയക്കൊന്ന് ഫോൺ ചെയ്തിട്ട് ഞാൻ അവളും കൂടെ ഓഫീസിലേക്ക് ഒന്നിച്ച് വന്നേക്കാം. ശരി. ആ ചേട്ടൻ പ്രിയെ കാണാറുണ്ടോ? എനിക്ക് വേറെ ജോലിയില്ലേ? ജ്യൂസ്. ഹലോ, ആ പങ്കജാക്ഷമനോൻ ഇവിടെ. അങ്കിൾ, ഞാനാണ് മീര. പ്രിയ ഉണ്ട് അവിടെ? ആ അവള് കുളിച്ചോണ്ടിരിക്ക, ഇപ്പൊ വരും. മോളെ എപ്പോ വന്ന്? ഞാനിന്ന് മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. വിമാനത്തിലോ? എത്ര രൂപയോ മോളെ കൂലി? 900 രൂപയോ? വല്ല ബസ്സിലോ മറ്റോ വന്നിരുന്നെങ്കിൽ 10-25 രൂപയ്ക്ക് പൂനായി നാട്ടിലെത്തത്തില്ലായിരുന്നോ? ബാക്കി കാശ് വല്ല കൊള്ളാവുന്ന ബ്ലേഡ് കമ്പനിയിൽ ഇട്ടിരുന്നെങ്കിൽ 30-31% പലിശ കിട്ടത്തില്ലായിരുന്നോ? അങ്കിൾ എപ്പോഴും ബാങ്കിൽ പണം ഇട്ട് പലിശ വാങ്ങണം എന്നുള്ള വിചാരമേ ഉള്ളൂ. അത് കൊള്ളാം. വിവരമുള്ളവർക്കും ബുദ്ധിമാന്മാർക്കും മാത്രമേ പലിശക്കാശ് കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ മോളെ. നീ കൊച്ചല്ലേ, ഇതും ഇതുപോലെ പലതും നിനക്ക് ഇപ്പൊ മനസ്സിലാകില്ല. ആ അത് വരുന്നുണ്ട്, അവിടെ കൊടുക്കാം. ആരാച്ചാ? മീര. മീരയോ? ഹലോ മീര. ആ ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. ഞാനേ ഹലോ ഹലോ. എന്ത് പറ്റി മോളെ? നാശം, ഡിസ്കണക്ട് ആയി. മോളെ മോളെ മീരയെ വിളിക്കണോ? അതെ. എന്തിനാ മോളെ അവൾ ഇങ്ങോട്ട് വിളിക്കും? വെറുതെ 75 പൈസ കളയണോ? ഓ ഞാൻ തന്നേക്ക് 75 പൈസ. അച്ഛന്റെ ഒരു പിശുക്ക്. നീ തന്നാലും നിന്റെ അമ്മ തന്നാലും എന്റെ പോക്കറ്റിൽ നിന്നാ ചോരുന്നത്. നിങ്ങൾ എന്തിനാ എന്റെ അമ്മയ്ക്ക് പറയുന്നത്? സാവിത്രി അമ്മ കേൾക്കാതെ ഓരോന്ന് പറഞ്ഞ് ഉടക്കാൻ വരരുത്. ഞാൻ നിന്റെ അമ്മയ്ക്ക് പറഞ്ഞില്ല, എവിടെ അമ്മയ്ക്കാ പറഞ്ഞത്? ആർക്കാ മോളെ ഫോൺ ചെയ്യുന്നത്? മീരയ്ക്കോ മമ്മി? ആ കട്ടായി പോടി. ഇത് എപ്പോ തന്നെ അങ്ങ് വന്നേക്കാം. നീ അങ്ങ് പൊയ്ക്കളരുതേ. ഓക്കേ. രാവിലെ 75 പൈസ. ഓ നിങ്ങൾക്ക് എപ്പോ നോക്കിയാൽ ഈ പലിശയുടെയും പൈസയുടെയും കണക്ക് മാത്രമേ ഉള്ളൂ. അതേടി അതെ. ഞാൻ ഇങ്ങനൊക്കെ പിടിച്ചുണ്ടാക്കുന്നോണ്ടാ തള്ളയും മോളും മുതുകു തുറന്ന ബ്ലൗസും സാരിയൊക്കെ കൊടുത്തു നടക്കുന്നത്. ഓ അല്ലോ നിങ്ങളെ പോലെ ഈ കച്ചത്തോട് തീർന്നുകൊണ്ട് ഞങ്ങൾ കിടക്കാൻ പറ്റുമോ? എനിക്കാണെ ക്ലബിനെ പറ്റും പോകേണ്ടതാ. അവിടെ ഒരു ക്ലബ്ബ്. എടി ഈ വേഷം കിട്ടുന്ന കാശൊക്കെ വല്ല പ്രൈവറ്റ് ബാങ്കിൽ വിട്ടാ നല്ല 1-ാം തരം പലിശ കിട്ടും. ഇന്ന് ഒരു കൂട്ടർ 32%, വേറൊരു കൂട്ടർ 36% പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. നിനക്കറിയാവോ? അതെങ്ങനെ അറിയാനാ? അക്ഷരം അറിയാമെങ്കിലേ പത്രം വായിക്കാൻ പറ്റൂ. എന്തിനാ മനുഷ്യ, ആകെ കൂടി ഒരു മോളല്ലേ ഉള്ളൂ. ഇങ്ങനെ തിന്നാതെ കുടിക്കാതെ ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കാനാ? ഉണ്ടാക്കിയ കാശൊക്കെ മകൾക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കുമെന്നായിരിക്കും വിചാരം. എന്റെ മോള് കൊള്ളാവുന്ന ഒരുത്തിനെ ഒപ്പിച്ചെടുത്താ അവക്കൊള്ളാം. അല്ലാതെ സ്ത്രീധനം കൊടുത്ത് പങ്കജാക്ഷമേനോ കെട്ടിക്കൊന്ന് വിചാരിക്കണ്ട. മോളെങ്ങനാ പോകുന്നത്? നമ്മുടെ കാർ എടുത്തോണ്ട്. എന്തിനാ മോളെ ആ മീരെ കൊച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞാ പോരായിരുന്നു? വെറുതെ നമ്മുടെ കാറോട് ചെന്തിനാ പെട്രോൾ കത്തിക്കുന്നത്?